നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായത് നല്ലതായെന്ന എനിക്കിപ്പോ തോന്നുന്നേ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ മുത്തശ്ശി? മുടങ്ങിപ്പോയ സർവൈശ്വര്യ പൂജ വീണ്ടും നടത്തണം. നീയും മീനാക്ഷിയും കൂടി ചേർന്നാണ് അത് നടത്തേണ്ടത്. കാരണം നിങ്ങൾ ഇപ്പോഴും നവദമ്പതികളാ. എനിക്കതിൽ സന്തോഷമുള്ളൂ മുത്തശ്ശി. ഞാനും മീനാക്ഷി ഒരേ മനസ്സോടെ നിന്ന് ആ പൂജ ചെയ്യും. മുത്തശ്ശിക്ക് ഞാൻ വാക്ക് തരിക. കുറെ നാളായി കുടുംബത്തിലെല്ലാവരും ഒരേ മനസ്സാണ്. ഇതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. മഹാലക്ഷ്മി വിളങ്ങുന്ന കുടുംബം. ഈ പൂജ ഞാൻ നടത്തില്ല. ഈ കുടുംബം ഞാൻ തകർക്കുകയും ചെയ്യും. ഇത് സത്യം. അവളെന്താ തിരിച്ചു വന്നോ? ആ ദേ പോയി ദാ വന്നു. പോയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു സാറേ. ഇതെന്താ പോകാൻ തിരിച്ചു വരാനൊക്കെ പൂജ കുഞ്ഞാണോ? അവൾ ഒരിടത്തും നില ഉറപ്പിക്കത്തില്ല സാറേ. അവൾ ആ കാർത്തിയെ തേച്ച പോലെ പൈശാഖിനെയും തേച്ചു. അല്ല, തേപ്പം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ സ്വീകരിക്കാൻ നിങ്ങളുടെ ചെമ്പകമംഗലം എന്താ വഴിയമ്പലോ? അല്ല, അങ്ങനെയൊന്നും അല്ല സാറേ ഇതിന്റെ കഥ. ഇതിന്റെ കഥയ്ക്കൊരു പുതുമയുണ്ടല്ലോ. വല്ല സിനിമയും നിർമ്മിക്കായിരുന്നു. ഒരു കപ്പ് കട്ടൻ കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവൾക്ക് എന്റെ ആങ്ങളെയും എന്റെ വീടും പിടിച്ചില്ല. അവളേതോ കീടനാശിനി എടുത്ത് അടിച്ചു സ്വയം പടിയാവാൻ. എന്നിട്ട് വിഷം കഴിച്ച അവള് എങ്ങനെയോ കാർത്തിയുടെ അടുത്ത് ഓടിയെത്തി. കാർത്തി അവളെ ഹോസ്പിറ്റലും ആക്കി. ജീവൻ രക്ഷിച്ച ഈ പാപഭാരവും ചുമന്ന് കാർത്തി ചെമ്പകമംഗലത്തും എത്തി. അല്ലടാ, ഇവനെന്താ നാണമില്ലേ? കാർത്തിയുടെയും മീനാക്ഷിയുടെയും ജീവിതത്തിനിടയിൽ ഇവളൊരു മഹാശല്യമായി മാറിയിരിക്കുക സാറേ. എന്തായാലും ചെമ്പകമംഗലത്ത് അവൾക്ക് സ്വസ്ഥതയില്ല. എല്ലാവരും കൂടി എടുത്തിട്ട് അവളെ പന്ത് കളിക്കുക. നമുക്ക് അവളെ വെച്ച ചെമ്പകമംഗലത്ത് ഉഗ്രനൊരു ഗെയിം കളിക്കാം. മാലതി അവളുമായി എത്രയും പെട്ടെന്ന് സ്നേഹത്തിലാവണം. മൈഥിലിയെ നിന്റെ കൂടെ നിർത്തണം. അതൊന്നും പറ്റില്ല സാറേ. എനിക്ക് അവളെ കാണുന്നതും പിശാചിനെ കാണുന്നതും ഒരുപോലെയാ. എന്റെ ആങ്ങളെ ചതിച്ചിട്ട് പോയവളെ ഞാൻ എന്റെ കൂടെ കൂട്ടണോ? ഈ ജന്മത്ത് എനിക്ക് അവളെ എന്റെ പരിസരത്ത് അടുപ്പിക്കാൻ പറ്റില്ല. അവളെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് മാലതി. പറ്റില്ല പറ്റില്ല പറ്റില്ല. അയ്യോ, ഈ സാറിന്റെ ഒരു കാര്യം. ആടിന് പ്ലാവില കാണിക്കും പോലെയാ ഈ സാറെന്നെ നോട്ട് കേട്ട് കാണിക്കുന്നേ. കാശ് കിട്ടിയാലേ മൈഥിലെ മാത്രമല്ല മൂർഖം പാവനെ വരെ ഞാൻ എന്റെ കൂടെ കൂട്ടും. അയ്യോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.